കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് ചെയ്തെടുത്താലോ? നമ്മൾ ജേർണലിംഗ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അത്യാവശ്യം ചെയ്യുമ്പോൾ നന്നായിട്ടിരിക്കാനും അല്ലെങ്കിൽ ബേസൊക്കെ ഇച്ചിരി നല്ല എന്താ ഇച്ചിരി കൂടെ ഭംഗിയായിട്ടൊക്കെ ഇരിക്കാനായിട്ടാണ് നമ്മൾ ഈ പാറ്റേൺ പേപ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ സൈഡ് അതായത് എഡ്ജസ് ഒക്കെ ഒന്ന് അടിപൊളിയായിട്ട് ഇരിക്കാൻ അല്ലെങ്കിൽ എഡ്ജസിൽ നമ്മൾ ഈ കട്ട് ചെയ്ത കളർ പേപ്പേഴ്സ് ഒക്കെ ആഡ് ചെയ്യില്ലേ, ഞാൻ എൻ്റെ ജേർണലിംഗിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ 2 കോർണറിലായിട്ട്, അതും കുറേ ജേർണലിങ്ങിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കോർണർ സൈഡിൽ കുറച്ച് പേപ്പേഴ്സ് ഇങ്ങനെ ടിയർ ചെയ്തിട്ട് അതിങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ ഈ പാറ്റേൺ പേപ്പേഴ്സ് ആയാലും കളർ പേപ്പേഴ്സ് ഒക്കെ ആയാലും ഉപയോഗിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ജസ്റ്റ് ഒരു വേവി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്, അതും നല്ല സിമ്പിളായിട്ട്, അധികം ഇങ്ങനെ ബ്രൈറ്റ് കളേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. ഒരു വേവ് പോലെ ചെയ്തിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ഒരു ലൈറ്റ് ബേബി പിങ്ക് കളറിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ എന്താ ഡോംസിൻ്റെ പേസ്റ്റൽ കളേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഭയങ്കര എളുപ്പമാണ് യൂസ് ചെയ്യാൻ. ഒരു ചെറിയൊരു എഫക്റ്റ് ഇങ്ങനെ നമ്മൾ ആ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു 3D പോലെയൊക്കെ എഫക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വേറെ പാറ്റേൺസും ഇങ്ങനെ വേവി ആയിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന പാറ്റേൺ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്കിപ്പം വയലറ്റ് അല്ലെങ്കിൽ ലാവൻഡർ ഏതെങ്കിലും ഷെയ്ഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ബബിൾ ബബിൾ അല്ലെങ്കിൽ ഒരു ഡോട്ട് ഡോട്ട് പോലെ, ചെറിയ ഡോട്ട് വലിയ ഡോട്ട് അങ്ങനെയായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ലൈറ്റ് ഒരു ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല, ലൈറ്റ് ഒരു ആ ഒരു ബ്രൗണിഷ് ലൈറ്റ് ഷെയ്ഡാണത് ബേസിക്കലി. പക്ഷേ പക്ക ഒരു ബ്രൗൺ ഷെയ്ഡാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒരു പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു ഗോൾഡൻ എഫക്റ്റ് കൊടുക്കുന്ന ഒരു കളറാണിത്. അപ്പോൾ അത് ഞാനിങ്ങനെ ജസ്റ്റ് ചെറിയ ഡോട്ട് വലിയ ഡോട്ട് അങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഏത് കളറിൽ വേണോ ഏത് രീതിയിൽ വേണോ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഓർത്തു, നമുക്ക് എന്താ ഒരു മെയിനായിട്ട് കവായി എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ കൊറിയൻ ഒക്കെ പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് മൈൻഡിലോട്ട് വരുന്ന സാധനം ഗ്രിഡാണ് അല്ലേ. അപ്പോൾ ഗ്രിഡിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒരു ബോക്സസ് ആയിട്ട് എൻ്റെ ഒരു മൈൻഡിൽ തിക്കായിട്ട് വരയ്ക്കണം, ആ ഒരു തിക്ക്, പിന്നെ അതിൻ്റെ മിഡിൽ പോർഷനിൽ തിന്നായിട്ടുള്ള ലൈൻ ഇങ്ങനെയായിരുന്നു. പക്ഷേ എന്തോ ഒരു ഇത് കാരണം, സാങ്കേതിക തകരാറുകൾ കാരണം നമുക്കത് പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, തിന്നി തന്നെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ സ്കെച്ച് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഞാൻ ചൂസ് ചെയ്തത്. എന്നിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് മതിയായില്ല ഇത് വരച്ച് കഴിഞ്ഞിട്ട്. കുറച്ചുകൂടെ ഒന്ന് സംഭവങ്ങൾ അതിനകത്ത് കുത്തിത്തിരികാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ഡാർക്ക് ബ്രൗൺ കളർ എടുത്തിട്ട് അതിൻ്റെ എല്ലാ ഓരോ ബോക്സസ് ഫില്ലായി വരുന്ന ഒരു സംഭവമില്ലേ, ആ ഒരു മിഡിൽ പോർഷൻ അവിടെ ഹാർട്ടിൻ്റെ ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തപ്പം ഒരു ആത്മസംതൃപ്തി വന്നു. അതോടെ ഞാൻ ആ ഒരു പരിപാടി അവിടെ നിർത്തി. ഓക്കെ മതി, ഇനിയിപ്പം ചെയ്താൽ കുളമാവും, എനിക്ക് ഇനിയും ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷെ വേണ്ട, അതോടെ ഞാൻ നിർത്തി. അത് കഴിഞ്ഞിട്ട് എൻ്റെ മൈൻഡിൽ പിന്നെ ഫ്ലോറൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലോ ഈ ഫ്ലവറൊക്കെ വരുന്ന ആ ഒരു തീം. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലോറൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ലാവൻഡർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കളറാണ്. ലാവൻഡർ, പിങ്ക്, ലൈറ്റ് പിങ്ക്, അങ്ങനത്തെ പിങ്കിഷ് കേളി ആയിട്ടുള്ള വൈബ് തരുന്ന കുറച്ച് കളേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഫ്ലവർ തീമൊക്കെ സെലക്ട് ചെയ്തെന്നല്ല, എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ചെയ്തിട്ട് ഞാനതങ്ങ് ജസ്റ്റ് റാൻഡമായിട്ട് വരച്ചു. ഇതൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു ബിഗിനറാണ്, നിങ്ങളുടെ കയ്യിൽ എന്താണ് ആവശ്യമായിട്ട് നിങ്ങൾക്ക് ജേർണലിംഗ് സപ്ലൈസ് ഒന്നും മേടിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണിത്. നിങ്ങൾ അധികം പൈസ ഒന്നും മുടക്കിയിട്ട് നിങ്ങളുടെ വീട്ടുകാർ സമ്മതിക്കില്ല. എൻ്റെ വീട്ടിൽ സമ്മതിക്കത്തൊന്നുമില്ല ഇങ്ങനെ ജേർണലിങ്ങിന് ഓരോരോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പൈസ. അതുകൊണ്ട് ഞാൻ എല്ലാം എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഫസ്റ്റ് ഒക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. അപ്പം നിങ്ങളും എന്തായാലും ഈ ഒരു ജേർണലിംഗ് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവർ ആ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ.